5 സംസ്ഥാനങ്ങളിൽ പിടികിട്ടാപുള്ളിയായ ഇബ്രാഹിമിന് സ്വയർഷയ്ക്കു വേണ്ടി വെടിവെച്ച് കൊന്ന 2 പ്രതികൾക്കും കോടതി ജാമ്യം അനുവദിച്ചു. പോലീസ് തലക്കു വിലയിട്ടിരുന്ന പൈസയും ഇരുവർക്കും പാരിതോഷികമായി നൽകി. ഇരുവരുടെയും ധൈര്യത്തിനു നിരവധി അംഗീകാരങ്ങളാണ് സമൂഹത്തിൽ നിന്നും ലഭിക്കുന്നത്. ഹലോ സാർ, ഞാൻ ന്യൂസ് 12 നിന്നാണ്. ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. ലോട്ടറി അടിച്ച് ഭാഗ്യവാനാകുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ട്. എന്നാൽ സ്വന്തം ജീവിതാനുഭവം കൊണ്ട് ഭാഗ്യവാനാകുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാറിൻ്റെ അനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? അത് വലിയ അനുഭവമൊന്നുമില്ലെന്നേ. അത് ഞാൻ ഒരു ഓർഡർ കൊടുക്കാൻ പോയ കഥയാണ്. അതൊരു രാത്രിയായിരുന്നു. കാട്ടിൻ്റെ ഇടയിലൊക്കെ ആരെയും വീട് കൊണ്ടുവയ്ക്കണം. സാറേ, ഫുഡ് ബുക്ക് ചെയ്തില്ലായിരുന്നു? 150. ഒരു മിനിറ്റ്. താങ്ക് യു സാർ. കണ്ണടിക്കണം സാർ, ഞാൻ ഡ്യൂട്ടിയിലാണ്. എന്ത് ഡ്യൂട്ടി? ഞാൻ രാവിലെ ഒരു കമ്പനിയിലായിരിക്കുകയാണ്. നീ രണ്ണടിക്കണില്ല? അത് പിന്നെ ബാ. Sedup mone, ram olik mone, acid mone, eduttu adi mone, adi adi olichadi, velukumare olichadi, ettu peggu onnum nilkilla innu raatri, yaakosha raatri. Acid mone, eduttu adi mone, adi adi olichadi, velukumare olichadi, ettu peggu onnum nilkilla innu raatri, aakosha raatri, 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 aakosha raatri, raatri, raatri. Ratkosha Ratri. Ratkosha Ratri. 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 പുല്ല്. സമയം പോയ അറിഞ്ഞില്ലല്ലോ, രാവിലെയായി. ചേട്ടാ 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 ഞാൻ ഇറങ്ങുവാണേ. നമുക്കൊരു സെൽഫി എടുക്കാം, വാ. ശരി ഏട്ടാ, പോട്ടാ, കാണാം. എടാ, ഹലോ, എവിടെടാ? ഡെലിവറിക്കാ നീ? രാവിലെ ഇറങ്ങിയതാ.
ഭയങ്കര വെയിൽ. ഒരു നാരങ്ങളും കുടിച്ചോണ്ടിരിക്കടാ. ഞാൻ ഇന്നലെ രാത്രി ഒരു ഡെലിവറിക്ക് പോയേ. അവിടെ വെച്ചൊരു കിടിലം മനുഷ്യനെ പരിചയപ്പെട്ടു. ഞാൻ ഒരു ഓർഡർ കൊടുക്കാൻ പോയതാണ്. എന്നോട് ചോദിച്ച് 2 അടിക്കണമെന്ന്. ഞാൻ പിന്നെ കയറി 2 അടിച്ച്. ഏത് സാധനം ചോര്? ഏത്? ജാഗ്വർ മിസ്റ്റർ. ഓ മറ്റേ 10,000 കുപ്പി. ഓടാ അത് തന്നെ. ഞാൻ പിന്നെ 2 അടിച്ച് 2 കൂടുതലായി പോയി അളിയാ. പിന്നെ ഞാൻ അവിടെ കിടന്നുറങ്ങി. ഞാൻ കുറച്ചു നേരം കഴിച്ച് വന്നതേ ഉള്ളൂ. എന്നിട്ട് എടാ കൊള്ളാളിയാ, നല്ല സാധനം, നല്ല ടേസ്റ്റ്, നല്ല കിക്ക്. നീ ഒരു ദിവസം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതിനൊന്നിൽ ഭാഗ്യം വേണം, ഇല്ലെങ്കിൽ പൈസ വേണം. അത് രണ്ടും ഇല്ലാത്ത നീ അടിക്കണ്ട. ഭാഗ്യമുള്ളതാണ് നിനക്ക് ഇങ്ങനത്തെ ഓർഡർ അടിച്ച്. കൂടുതൽ അഹങ്കരിക്കല്ലേ? വാടാ നാറി. എടാ ഇതൊക്കെ കഴിക്കാൻ ഒരു യോഗ്യത വേണം, അത് നിനക്കില്ല. ആ ശരിടാ, എനിക്ക് വേറൊരു ഓർഡർ വേണം. ആ ഓക്കെ, ശരി ഓക്കെ. പിടികിട്ടാപ്പുള്ളി ടിപ്പർ സമീറിന്റെ തലയ്ക്ക് വിലയിട്ട് കേരള പോലീസ്. 5 ലക്ഷം രൂപയാണ് പ്രതിഫലം. 6 മാസം മുൻപ് പൂജപ്പുര സെൻട്രൽ ജയിൽ ചാടിയ പ്രതിയെ ഇതുവരെ കേരള പോലീസിന് കണ്ടുപിടിക്കാൻ കഴിയാതാതിനെ തുടർന്നാണ് ഈ നീക്കം. ആരാ ഈ ഫോട്ടോ കാണുന്ന? നീ ഏറ്റേ? അയ്യോ സാറേ, പോലീസായിരുന്നാ? സാറേ എനിക്ക് അയാൾ അറിയില്ല. ഞാൻ ഇന്നലെ അവിടെ ഒരു ഡെലിവറി കൊടുക്കാൻ പോയതാ. ഡെലിവറി കൊടുത്തിട്ട് നീ എല്ലാവരോടും പിക്ക് എടുക്കാറുണ്ടോ? അയ്യോ അങ്ങനല്ല, ഞാൻ അവിടെ ചെന്നപ്പോൾ അയാൾക്ക് വെള്ളം അടിക്കാൻ കമ്പനി ഇല്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോ ഞാനും 2 അടിച്ച്. അപ്പൊ എടുത്ത ഫോട്ടോ ആയത്. എനിക്ക് അവനെ വേണം. നിനക്കറിയാലോ എവിടെ ഉണ്ടെന്ന്. ആ ഞാൻ കാണിച്ചു തരാം സാറേ. കാണിച്ചെന്നാൽ എനിക്ക് പൈസ കിട്ടും. ഞാൻ പോയി എൻ്റെ ഫോൺ എടുത്തിട്ട് പോരാ സാർ. എടാ അളിയോ, ഞാൻ നേരത്തെ നിന്റെ അടുത്ത് ഒരു ഡെലിവറിക്ക് പോയ കാര്യം പറഞ്ഞില്ലേ? ജാഗ്രത. ഓ എടാ, അവൻ ജയിലിൽ ആടിയ ക്രിമിനൽ ആയിരുന്നടാ. ഇല്ല മൂഞ്ചിയില്ല. എടാ അവനെ പിടിച്ചു കൊടുത്ത 5 ലക്ഷം രൂപ റിവാർഡുണ്ടോ? എടാ ഭാഗ്യം വന്ന വഴിയേ. ഒരു കാര്യം ചെയ്യ്, അവന്മാർക്ക് പോലീസുകാർക്ക് വീട് കൊണ്ട് കാണിച്ചു. എടാ എന്നെ തപ്പി ഇവിടെ പോലീസ് വന്നടാ. ഞാൻ സ്റ്റാറ്റസ് ഇട്ടിരുന്ന അവരെങ്ങനെയോ കണ്ട്. ഒരു കാര്യം ചെയ്യ്, പോലീസുകാരെ കൊണ്ട് വീട് കാണിച്ചു കൊടുക്കും. ഞാൻ എത്തിയേക്കാം. എനിക്കൊരു ഓർഡർ ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, ലൊക്കേഷൻ അയച്ചേക്കും, ഞാൻ എത്തിയേക്കാം. ആണോ? ഓക്കെ ശരി. അയാളില്ലെന്ന് തോന്നുന്നു. സാർ ഡോറ് തുറന്നു കിടക്കുമോ? ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ സാർ? ഇവിടെ നമ്മളെ കാട്ടായി കോണത്തായിട്ട് ഒരു വീട്ടിൽ കള്ളൻ കയറി ഒരാളെ തലക്കടിച്ച് പോകുന്നു സാർ. കള്ളനെ അതിൻ്റെ അകത്ത് പൂട്ടിയിട്ടേക്കാണ്. ജംഗ്ഷനിൽ നിന്ന് ശാലാകത്തോട്ട് കയറി തന്നാൽ സാർ. അവിടെ നാട്ടുകാരല്ല. ഞാനല്ല സാർ, ഞാനല്ല. ഏത് സമയത്തോ ഇന്നലെ ഇവിടെ കയറാൻ തോന്നി സാർ. പ്ലീസ് സാർ, ഞാനല്ല. ബാഗ് എവിടെ? ഏത് ബാഗ് സാർ? അകത്ത് ചത്ത് കിടക്കണ വേണ്ടി ബാഗിൽ നിൽക്കുന്ന സാധനം നമുക്ക് അറിഞ്ഞൂടല്ലേ സാർ? ഏത് ബാഗിനെ പറ്റി പറയണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. പോലീസ് പറഞ്ഞ മുമ്പിന്റെ ബാഗ് എടുത്തതാ, അല്ലെങ്കിൽ നിന്റെ പൂട്ടി. എനിക്ക് നിങ്ങൾ ഏത് ബാഗിനെ പറ്റി പറയണമെന്ന് മനസ്സിലാവണില്ല. ആ പൈസ ഉള്ള ബാഗ് തരാൻ നീ ഇവിടുന്ന് പോവില്ലേ, ഇവിടെ തന്നെ കിടക്കും. ആരടാ അത്? മയില്.
ബാഗ് എവിടെയാടാ? എന്നിട്ടാ പോലീസുകാരെ മരിച്ചു. അങ്ങനെ അവൻ മരിച്ചു. എന്നെ എൻ്റെ കൂട്ടുകാരനെ റിമാൻഡ് ചെയ്തു. നമ്മളകത്തായിരുന്നു കുറച്ച് ദിവസം. അപ്പോഴാണ് ശരിക്കും എല്ലാവരും ഒരു കാര്യം അറിയുന്നത്. ഈ വെടികൊണ്ട് മരിച്ചവൻ ശരിക്കും പോലീസുകാരനല്ല. ഇവനെതിരെ തെലങ്കാന, കർണാടക, തമിഴ്നാട്, മുംബൈ, കേരള എന്നീ പല സംസ്ഥാനങ്ങളെയും നിരവധി കേസുകളുണ്ട്. സെക്സ് റാക്കറ്റിലെ പ്രധാന കണ്ണിയാണിത്. അവന് എല്ലാ സംസ്ഥാനത്തു നിന്നും 10 ലക്ഷം, 5 ലക്ഷം, 6 ലക്ഷം വെച്ച് ഏകദേശം 30 ലക്ഷം രൂപയോളം അവൻ്റെ തലയ്ക്ക് വിലയിട്ടിരുന്നു. അവനെയാണ് വിളിച്ചത്. എന്നിട്ട് ആദ്യം മരിച്ചെന്ന് പറഞ്ഞ അവൻ ശരിക്കും മരിച്ചില്ലായിരുന്നു, ബോധം പോയി കിടക്കുവായിരുന്നു. പക്ഷെ അത് സീനാവൂലേ? അങ്ങനെ ആ പൈസയും നമുക്ക് ഒറ്റ രാത്രി കൊണ്ട് നമ്മൾ പണക്കാരെ. എത്രയൊക്കെ പറഞ്ഞാലും ലക്ക് ഈസ് എ ഫാക്ടർ. അല്ല, റിവാർഡ് ഒരു 30-35 ലക്ഷം രൂപ കിട്ടിയെന്നും പറഞ്ഞ് ഇത്രയും പണക്കാരനാകാൻ പറ്റുമോ? അത് കിട്ടിയ പൈസയൊക്കെ നമ്മൾ ഉടനെ തന്നെ സ്റ്റോക്കിലും മ്യൂച്വലിലൊക്കെ ഇട്ടു. അങ്ങനെ അത് കേറി പെട്ടെന്ന് വലുതായതാ. അല്ല, അയാള് പറഞ്ഞ ആ ബാഗ് ഏതായിരുന്നു? നിങ്ങൾക്കോ പോലീസുകാർക്കോ ആ ബാഗ് കിട്ടിയായിരുന്നു? ഏത് ബാഗാണെന്തോ അത് പിന്നെ ആർക്കും കിട്ടിയില്ല. ഏത് ബാഗാണോ എന്തോ. ബാഗ് എവിടെയാടാ? ബാഗ് എവിടെ? ഈ പ്രശ്നം തീരും വരെ ബാഗ് ഇവിടെ ഒളിപ്പിക്കാം. എല്ലാം ആറിയിട്ട് നമുക്കൊരു ദിവസം വന്നെടുക്കാം. വാ. ഗ്യാസെടുക്ക് മോനെ, റം ഒഴിക്ക് മോനെ, ആസിഡ് മോനെ, എടുത്തു അടി മോനെ, അടി അടി ഒഴിച്ചടി വെളുക്കും വരെ ഒഴിച്ചടി, പെഗ് 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 ഒന്നും നിൽക്കില്ല ഇന്ന് രാത്രി.